അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ, അൽഹംദുലില്ലാഹ്. എൻ്റെ മുത്തുമണികളോട് പറയുന്നത്, ഇത് പുതിയ ചാനലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അറിഞ്ഞൂടാത്തൊലിക്ക് പറയാണ്. ആദ്യമായി കാണുന്നവരില്ലേ, ഒരുപാട് സബ്സ്ക്രൈബ് ദിവസം കൂടുന്നൂറ് ഏറുന്നില്ലേ. അപ്പം പുതിയ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടല്ലേ. അപ്പം നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ വ്ളോഗാണ്, സാബിറ വ്ളോഗാണ്. എൻ്റെ പഴയ ചാനൽ 72,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഒരുപാട് ഡോളറും അതിൽ കിടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം അവിടെ തങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഉടനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ വീണ്ടും തുടങ്ങിയതാണ്. ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഡാൻസ് എങ്ങനെയല്ലാണോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് പല രാജ്യങ്ങളിലും ഈ ലോകം മുഴുവൻ നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് പല വാട്സപ്പിലും ഗ്രൂപ്പിലും ഇട്ട് ഷെയർ ചെയ്തിട്ട് അതേപോലെ തന്നെ ഇതും നിങ്ങൾ ഇട്ട് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ച് കാണണം, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഞാൻ സിറാജുദ്ദീൻ ഉസ്താദിനോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് എൻ്റെ പഴയ വീഡിയോസ് കിട്ടട്ടെ. ഞാൻ അതിൽ നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞ വാക്കുകളൊന്നും കേൾപ്പിക്കാതെ മറ്റുള്ള വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടാണ് ഉസ്താദും പലരും എന്നെ കൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോസ് ഇട്ടിട്ട് പണം ഉണ്ടാക്കുന്നതും പലതും വിളിച്ച് പറയുകയും എൻ്റെ പേരിൽ മോശമായ അവരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഞാൻ പറഞ്ഞ വാക്കുകൾ കാണിച്ച് നിങ്ങൾ ചെയ്തു. അത് പോട്ടെ, അത് പറയാനല്ല ഇപ്പം വന്നത്. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഉസ്താദിനോട് എന്താണോ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ കേൾപ്പിക്കുന്നത്. അപ്പം മറ്റുള്ളവർ പറഞ്ഞതൊക്കെ ഉസ്താദിന് വയല് പറയാം, യൂട്യൂബിൽ വന്ന് പറയാം. ഞാൻ പറഞ്ഞത് പറയാൻ പറ്റൂല. എന്തെന്നാ പറയാൻ പറ്റാ? പറ, കേൾക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ സിറാജുദ്ദീൻ ഉസ്താദിന്റെ ഒരു വീഡിയോസ് കാണാനിടയായി. അപ്പൊ അതിലൊരു ഉമ്മാന്റെ വാപ്പാന്റെയും ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ അത് പറയണതും അതിൽ താഴെ വന്നിട്ടുള്ള കമന്റുകളും തകരുമായ കമന്റുകളാണ്. സോ ഉസ്താദ്മാരെ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ആദ്യം ഇത് കേൾക്കുക. ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോ ഒരു വാപ്പ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കണം ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞത് എന്റെ പൊന്നു ഉസ്താദ്, നിങ്ങൾ വയത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ആ വാപ്പ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സൂര്യൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പൊ അദ്ദേഹം നടന്നാ പോകുന്ന പ്രതിഫലം കൂടുതലാണെന്ന് ഞങ്ങൾ ഇപ്പൊ നടന്നാ പോവാം. ഈ വാപ്പ നടന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് ഉംറയുടെ പൊലി കിട്ടാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഇരുന്ന് വിക്രം ദ്വായൊക്കെ പറഞ്ഞിട്ട് ഈ പാവം സുരേന്ദ്രകാലത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ വരുന്നത്. അദ്ദേഹം നടന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഈ ചായ തരാൻ. അപ്പൊ ഓള് പറയാ, ഞാൻ മജ്‌ലിസിലിരിക്കാൻ കുറച്ചുകൂടെ കഴിയട്ടെ. കേട്ടുക്കാം. ഒരു സിറാജുദ്ദീൻ ഉസ്താദിന്റെ പിന്നെ ഇതുപോലും പിന്നെ ക്ലാസ്സും വയലും കേൾക്കലില്ല. നിങ്ങൾ സിറാജുദ്ദീൻ ഉസ്താദ് അല്ലേ എന്നെല്ലാം ചോദിച്ചിട്ടാണ് ഒരാണുങ്ങൾ പറഞ്ഞതാണ്. സുബി നിസ്കാരം ഒക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ചായ തന്നില്ല. അപ്പം എൻ്റെ പൊന്നു സിറാജുദ്ദീൻ ഉസ്താദേ, നിങ്ങളോടും മറ്റുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഈ ആണുങ്ങൾ പറഞ്ഞ് എൻ്റെ ഭാര്യ ചായ തന്നില്ല എന്ന് അല്ലേ? നിങ്ങളെ പിന്നെ മറ്റേ യൂട്യൂബിലും വയലിലും മഹലിലും പറയണേ എന്ന് ഈ ഇദ്ദേഹം നിങ്ങളോട് ചായ തന്നില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹം നിങ്ങളോട് പറഞ്ഞു. അതേപോലത്തെ വാക്കല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞത്. ആണുങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയണേ ഉസ്താദേ, പല സ്ഥലത്തൊന്നും ആണുങ്ങൾ പെണ്ണുങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് ഉസ്താദെ ഒന്ന് പറയണേന്ന് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ആണുങ്ങളെ കൊണ്ടാണ്, അത് പറയാൻ പാടില്ല. ഇദ്ദേഹം പറഞ്ഞത് പെണ്ണുങ്ങളെ കൊണ്ടാണ്, പെണ്ണുങ്ങൾ ചായ തന്നില്ല എന്ന്. എല്ലാ ഉസ്താദ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ള എന്നെ പോലത്തെ പെണ്ണുങ്ങളെയും മറ്റുള്ളവരെയും ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിടുന്നവർ? പണ്ടത്തെ പെണ്ണുങ്ങളല്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും നല്ല ബുദ്ധിയുണ്ട്. ഇങ്ങക്ക് മറുപടി തരുവന്നെ ചെയ്യും. ഇതിപ്പം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരുപാട് ഫോൺ കോൾ വന്നിട്ട് ഇപ്പം സാബിറ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതും പറയാൻ കഴിയാത്തതും ഞങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് നിങ്ങൾ ഈ ഉസ്താദുമാരോട് പറയുന്നതെന്ന് എത്ര ഫോൺ കോളിൽ എന്നോട് പറയുന്നുണ്ടെന്ന് അറിയാം. എനിക്ക് എന്താ സാബിറ വേണ്ടത്, എന്താ സാബിത്ത വേണ്ടത്, അവാർഡ് തരണം, എന്താ തരണ്ടെന്ന് ചോദിക്കുന്നത് എന്നോട്. കാരണം വെച്ചാൽ ഒരുപാട് പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വന്ന് പറയാൻ. ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾ കിടക്കുന്നുണ്ട് വന്ന് പറയാൻ. എൻ്റെ പൊന്നാര ഉസ്താദ്, ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നതേ ഇങ്ങക്ക് പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹം വന്ന് പറഞ്ഞത് എന്ത് നിങ്ങളോട് ഭാര്യ ചാരുന്നില്ല അല്ലെ? അത് ഇങ്ങക്ക് മാധ്യമത്തിൽ വിളിച്ചു പറയാം അല്ലെ? ഈ ഭർത്താവിനെ കൊണ്ട് ഞാൻ പറയാൻ നിങ്ങൾ പുറം ലോകം എവിടെയും ആ എൻ്റെ വോയിസ് വരെ നിങ്ങൾ കേൾപ്പിച്ചില്ല. നിങ്ങൾ കേൾപ്പിക്കുവറ്റല്ല, അക്കാര്യത്തിൽ നിങ്ങളെ കുറ്റവും പറഞ്ഞൂടാ.
കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവര് ആ വാക്ക് മാത്രം എഡിറ്റ് ചെയ്ത് ആ വാക്കിനെ കട്ട് ചെയ്ത് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്താ പറയും ഉസ്താദെ നിങ്ങൾ പറഞ്ഞോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ വിഷയം കാണിച്ചില്ല. പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറയുന്നുള്ള വാക്ക് മാത്രം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അതിനെടുത്തിട്ട് അത് മാത്രം ഉസ്താദിന്റെ വാട്സപ്പിൽ ഇട്ട് കൊടുത്ത് ആണുങ്ങളെ കൊണ്ട് എന്താ പറയാത്തത് എന്നുള്ളത് അത് ഇട്ടില്ല. അപ്പം ഉസ്താദ് പറഞ്ഞ വോയിസ് ഇപ്പൊ എല്ലാവർക്കും കാണിച്ചുകൊണ്ട് എന്നെ ചിത്രീകരിപ്പിക്കാൻ വേണ്ടി വീഡിയോസ് ഇടാൻ കഴിയുന്നുള്ളൂ. വീഡിയോസ് ചെയ്യുന്നവരെയും പറയാൻ പറ്റുന്നില്ല. ഈ ഉസ്താദിൻ്റെതാണ് അവര് കേൾക്കുന്നുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞതെന്ന് അവര് കേട്ടിട്ടില്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്റെ പൊന്നു സിറാജ് ഉസ്താദ് ഇതേപോലെ തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞു തന്നത്. ഒന്ന് പറയണേ ഉസ്താദേന്ന്. പക്ഷെ നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഞങ്ങളെ വീഡിയോസുകള് ഞങ്ങൾക്ക് നിങ്ങളോട് പറയേണ്ടത് ഞങ്ങൾക്കും പറയേണ്ടത്. നിങ്ങളും മാധ്യമത്തിൽ വന്ന് പറയുന്ന ആളാണ്, ഞാളും ഒരു മാധ്യമ ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് ഉസ്താദെ ഒന്ന് പറയണേ ഉസ്താദെ, ഞങ്ങളെ വിഷമങ്ങൾ ഒന്ന് നിങ്ങൾ കാണിക്കണേ ഉസ്താദെ എന്ന് നിങ്ങളോട് ഞങ്ങൾക്ക് പറയണമെങ്കിലും ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ കേൾക്കണ്ടേ. ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ കേൾക്കണ്ടേ. അപ്പൊ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയേണ്ട വാക്കുകൾ മറ്റുള്ളവർ അത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല ഉസ്താദെ. ഞങ്ങള് വേറെ കാര്യം പറഞ്ഞത് മാത്രം നിങ്ങളെ കേൾപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സിറാജ് ഉസ്താദായാലും മറ്റുള്ള ഉസ്താദായാലും മറ്റുള്ള വ്ലോഗ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കണേ. ഞങ്ങൾ പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യണം. മാത്രമല്ല പിന്നെ ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ എടുത്തിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കല്ല, കംപ്ലീറ്റ് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. പിന്നെ ഉസ്താദെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളോട്. പിന്നെ നിങ്ങൾ പലരും നിങ്ങളെ വാട്സപ്പ് ഷോർട്ടാക്കി അങ്ങോട്ടേക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഷോർട്ടാക്കിയിട്ട് നിങ്ങളെ ഇട്ട് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെണ്ണുങ്ങളെ വീഡിയോസ് എനിക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ കംപ്ലീറ്റ് എന്തെന്നാ ഞാൻ പറഞ്ഞിട്ട് ആ ഫുൾ കംപ്ലീറ്റ് ഞങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ് വീഡിയോസും അതിന്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് തരുമോ നിങ്ങൾ ഓരോട് പറയണം. നിങ്ങൾക്ക് ആരാണോ നിങ്ങളെ സൈനികൾ ആരാണോ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തന്നത് അത് കട്ട് ചെയ്തിട്ടല്ല, നമ്മൾ പറയുന്ന കംപ്ലീറ്റ് നിങ്ങളെ വീഡിയോസിൽ ഇട്ട് തരാൻ നിങ്ങൾ അവരോട് പറയണം. എല്ലാണ്ട് നിങ്ങൾ പറയും നിങ്ങൾക്കും കിട്ടും ഉസ്താദെ കുറ്റം. ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയണ്ടേ. ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്നതിന് തന്നെ ഉസ്താദെ ഇതെന്തെന്നാ ഉസ്താദെ ബാന്ന് കുത്തിട്ട എന്തെന്നാ ജീന്ന് കുത്തിട്ട എന്തെന്നാ പിന്നെ ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിന്റെ ചരിത്രം നിങ്ങളോട് തിരിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെല്ലാം തന്നെയല്ലേ മദ്രസയിൽ നിന്ന് നിങ്ങൾ അറിവിൽ കൂടിയല്ലേ ഞങ്ങൾ പഠിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അറിവില്ലാത്തതോ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതോ ഞങ്ങൾ മാധ്യമത്തിൽ കൂടി നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ കാണിക്കുന്നില്ല മറ്റുള്ളവര്. അത് പ്രത്യേകം സിറാജ് ഉസ്താദ് മനസ്സിലാക്കണം. ഇത് ആരെങ്കിലും കാണുന്നുണ്ട് സിറാജ് ഉസ്താദിന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നില്ലാരും. വാട്സപ്പിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ടുതരുന്നു. അതുകൊണ്ട് മറ്റ് സൈന്യക്കാർ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണേ ഉസ്താദ്, നിങ്ങളും കൂടി ഈ ലോകത്ത് നിങ്ങളും കൂടി ഈ വേറെ രീതിയിലായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ ഉസ്താദെ. അതുകൊണ്ട് നിങ്ങൾ ഞാളെ വീഡിയോസ് ഫുള്ളായി കേൾക്കണം. ഇതേപോലെ തന്നെ സുരാജ് ഉസ്താദ് ഞാനും പറഞ്ഞു നിങ്ങളോട് ഇപ്പൊ നേരിൽ ആരോ പറഞ്ഞോലോ, പിന്നെ ഒരു ആള് പറഞ്ഞ് ഭാര്യ ചായ ചേർന്നില്ല പള്ളിയിൽ നിസ്കരിച്ച് വന്നിട്ട്. പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റ് നിങ്ങൾ നോക്കണം കേട്ടോ. നടന്ന പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ച പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതി ദിക്ർ പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലം വാങ്ങിച്ചിട്ട് ഇത് ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഓതി ഖുർആൻ ഓതി ഒക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോ എല്ലാ ഉസ്താദ് അതുങ്ങൾ പറഞ്ഞു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇപ്പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല, ഇപ്പറഞ്ഞ് നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിക്കില്ലേ, വജു നിസ്കരിച്ചിട്ടില്ല, അത്ത നിസ്കരിക്കില്ല, ഉന്നത്ത് നിസ്കരിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞ് കൂർക്കം വലിച്ചു ഉറങ്ങിയതേനു. അത് മാത്രമല്ല ഇങ്ങക്ക് വേഗം എണീച്ച് കുളിച്ച് മുണ്ടുമുപ്പ ഇട്ടിട്ട് ഇങ്ങക്ക് പള്ളിയിൽ പോവാ. ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. ആ മുല കുടിക്കുന്ന കുഞ്ഞനങ്ങാൻ കരയിപ്പിച്ച അതിന്റെ മൂത്തതും എണീപ്പിക്കും. ഈ കുഞ്ഞന്റെ കരച്ചിൽ കൊണ്ട് മൂത്തതും എണീക്കും. മൂത്തതും എണീക്കും. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിസ്കാരം നിർവഹിക്കുന്നറിയാ. ഞാനും എന്റെ 22 വയസ്സിൽ ഇവിടെ വേറെ താമസിച്ച ആളാ. 22 വയസ്സിൽ മൂത്തേനെ പിന്നെ മൂത്ത കുട്ടിക്ക് 4 വയസ്സ്, അതിന്റെ ഇളയതിന് 8-ാം മാസം കറുപ്പോ. പിന്നെ അവിടുന്ന് പിന്നെയും പറ്റിയ പുറത്തു പോകാൻ പറഞ്ഞില്ലേ എന്നോട്. അതിന്റെ ഇളയത് പിന്നെയും പ്രസവിച്ച് വിടുന്നു. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരു ദിവസം നിസ്കാരം മുഴുവനും രാത്രി സമയങ്ങളിൽ ഒരേ സ്വരത്തിൽ ഇരുന്ന് ഞാൻ കളാ വിട്ട ദിവസങ്ങളുണ്ട്. നിസ്കാരം 5 വക്കത്ത് നിസ്കാരം ഇശാഇന്റെ ശേഷം മക്കളെല്ലാം ഉറങ്ങിയതിനു ശേഷം ഞാൻ ഫുള്ളായിട്ട് നിസ്കരിച്ചിട്ട് എന്റെ തല അല്ലെങ്കിൽ തന്നെ തലക്ക് ഇവിടെ കുറച്ച് ഡേഞ്ചറാ വേണ്ടേ, ചെറിയ ആക്സിഡന്റിൽ പെട്ടിട്ട് ഞാൻ തലയെ സുജൂദ് പോയി എനിക്ക് തല കറങ്ങല. അത്ര പോലും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിർവഹിക്കുന്ന നിസ്കാരം നിങ്ങൾ അറിയാ.
ഇത് പെണ്ണുങ്ങള് ആണുങ്ങൾ പള്ളിയിൽ നിന്ന് ചായ കുടിച്ച് പിടിച്ച് വന്നോട്ട് ഓക്കെ, ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ എന്തെങ്കിലും കാൽമക്കാലെടുത്ത് വെച്ച് കുത്തിരിക്കുന്നതാ? എല്ലാം കേട്ട് സഹായിച്ച് എല്ലാം ഇതാക്കി ഞങ്ങളത് നിങ്ങളെ പോലെ തന്നെ നേരത്തെ തന്നെ കിടന്നുറങ്ങുക. കുഞ്ഞി മക്കളുള്ളവർ ചില സമയം 2 മണിക്ക് 3 മണിക്കെല്ലാം ഉറങ്ങിണീക്കുന്നു, ഉറക്ക് തെളിയുന്നു. പിന്നെ ഞങ്ങളിവിടെ ചിലപ്പോൾ ഉച്ചയാകുന്നവരെ കിടന്നുറങ്ങിപ്പോവും, സുബഹിക്ക് എണീക്കാനും പറ്റിയെന്ന് വരൂല. അങ്ങനെല്ലാം കാലഘട്ടം, അങ്ങനെല്ലാം കാര്യങ്ങളാ ഞങ്ങളെ സ്ഥിതി വിവരങ്ങൾ. അത്രയും കാര്യങ്ങൾ പെണ്ണിന് വെച്ച് എന്തുകൊണ്ടാ? 100% പെണ്ണിന് തന്നെ സ്വർഗം, പെണ്ണിന് തന്നെ എല്ലാ കാര്യങ്ങളും വെച്ചത് എന്തുകൊണ്ടാ? പെണ്ണിന്റെ കാലിന്റെ അടിയിലാ, ഉമ്മാന്റെ കാലിന്റെ അടിയിലാ സ്വർഗം വെച്ചത് എന്തുകൊണ്ടാ? ഞാനിത് വേറെ രൂക്ഷമായിട്ട് വേറെ പറയുന്നൊന്നല്ല. അപ്പൊ പെണ്ണും വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല, ഓള് ഭയന്നും കേട്ട് കുത്തിരിക്കുന്നാ പറഞ്ഞോടൂ. ഓള് കുഞ്ഞിനെ കൊണ്ട് കിടന്നിക്ക പറഞ്ഞോട്ട് അദ്ദേഹത്തിന് ഓളാ വേറെ രീതിയൊന്നും പറയാൻ പറ്റൂലായിരിക്കും. വയലും കേട്ടാ കുത്തിരിക്കെന്ന് പറയാൻ പറ്റൂ. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങൾ വയലും കേട്ട് കുത്തിരിക്കുന്നു. മറ്റുള്ള പെണ്ണുങ്ങൾ, നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കൊണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ മറ്റുള്ള പെണ്ണുങ്ങളെയോ ഈ ആണുങ്ങൾ പോയിട്ട് ചെയ്യൂല. ചായ തന്നില്ല മാണെ അടിയും വെച്ചു കൊടുക്കും നിങ്ങളെ വർത്താനം കേൾക്കുമ്പോ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ചിലപ്പോൾ 2 മണിക്ക് 3 മണിക്കല്ല ഞങ്ങൾ ഉറങ്ങുന്ന, കുഞ്ഞു മക്കളുള്ള ഞങ്ങൾ ഉറങ്ങുന്നത്. ഞാൻ പുറത്തിടുമ്പോ ഇനി പറഞ്ഞിക്ക ഞാനൊന്നും ചെയ്യൂല, ഒന്നും കാട്ടൂല മരം നീ അകത്ത് നിർപ്പിച്ച. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാ. എന്താ സുധാജുദ്ദീൻ ഉസ്താദ്, എന്താ ഉസ്താദ് നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഫുള്ളും അത് എന്നെ വിളിച്ച് പറയല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പറയുന്നില്ലല്ലോ, നിങ്ങൾ സമൂഹത്തിൽ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. എത്ര ആണുങ്ങളുടെ പെണ്ണുങ്ങളെ മക്കളെ ഉപേക്ഷിച്ച് പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ണിതൊന്നും കാണുന്നില്ല. സ്നേഹം കൊണ്ട് പറയാ, അതെന്താ നിങ്ങളൊന്നും പറയാത്ത? അത് ഇദ്ദേഹത്തിന്റെ പെണ്ണുങ്ങൾ ചായ അന്നില്ല എന്ന് പറഞ്ഞതിന്റെ വീഡിയോസിന്റെ താഴെ കമന്റ് വന്ന ഇതേപോലെ പറഞ്ഞുതരാ. എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വയല് പറയുന്ന നിങ്ങളെ പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതന്നെ എനക്കും വയല് പറഞ്ഞ നിങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ചോദ്യങ്ങളും എല്ലാരിലും വരും. നിങ്ങളറിയോ ഫാത്തിമ ബീബിനോട് മുത്ത് നബി എന്തെന്നാ പറഞ്ഞേ? ഫാത്തിമ മോളെ, നബീന്റെ മോളാന്ന് പറഞ്ഞ സ്വർഗത്ത് കടത്തൂലേ? മോള് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലേ സ്വർഗത്ത് കടത്തുള്ളൂ എന്നാ നബീന്റെ മോളോട് നബി പറഞ്ഞത്. അതുപോലെ എല്ലാവരും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലേ സ്വർഗത്ത് പോവുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാല. ഓക്കെ, അപ്പൊ ഇതിൽ വന്ന കമന്റുകൾ നമുക്കത് കാണണ്ട കേൾക്കട്ടെ മക്കളെ. അദ്ദേഹത്തിന് തന്നെ 2 ചായ ഇട്ടിട്ട് അതൊരെണ്ണം പുള്ളി എടുത്തു ഒരെണ്ണം ഭാര്യയ്ക്ക് കൊടുത്തുകൂടി, അതിലെ സ്നേഹം. അത് മറ്റൊരാളോട് പറയാൻ മാത്രമുണ്ടോ? പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. ഒരു കമന്റ്. ഓക്കെ, ഒരു കമന്റ്. അടുത്തതും കേട്ടോ, കൊറേ ഉണ്ട്. യൂട്യൂബ് ചാനലിൽ വന്ന് പാട്ടുപാടുന്ന പോലെ പ്രസംഗിച്ചും കളിയാക്കിയും ആക്ഷേപിച്ചും പ്രസംഗിക്കുന്നതല്ലേ. കേട്ടു ഒരിക്കലും വിശ്വസിക്കരുത്, ഈമാൻ തെറ്റിപ്പോകും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. അത് തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നേ. യൂട്യൂബിൽ വരുക, സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോവുക, സെർച്ച് ചെയ്യുക, ഫേസ്ബുക്കിൽ പോവുക. ഉള്ള പെണ്ണുങ്ങൾ തേച്ചു ദുസ്താനെ കൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഇപ്പറഞ്ഞ ദുസ്താനെ കൊണ്ടല്ല, മറ്റുള്ള ആണുങ്ങളും വീഡിയോസുകാർ യൂട്യൂബുകാർ വലിയ ആണുങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡാൻസും കോഴ്സെല്ലാം കാണിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. ഈ യൂട്യൂബിൽ വന്നിട്ട് ഉള്ള പെണ്ണുങ്ങളത് തേച്ച് ഞാനല്ലേ വേണ്ടും കുപ്പായിട്ട് കളിക്കുന്നുള്ളൂ അല്ലേ? വേറെ മറ്റുള്ള പെണ്ണുങ്ങൾ എങ്ങനെയാ കളിക്കുന്നത്? സിനിമ നടിമാരും മറ്റോരും മറിച്ചോലും ഏതെല്ലാം കോലത്തില്ല ബ്ലൗസ് അവർ ഇട്ടിക്കുന്നതെല്ലാം ഉണ്ടാവുള്ളൂ. അവര് ശരീരഭാഗം മറച്ചിക്കില്ല അങ്ങനെ പറയണം അല്ലേ? ഇതെല്ലാം കണ്ട് 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 കാണല് നരകത്തിലല്ലേ, കണ്ണ് നരകത്തിലല്ലേ? ഇതെല്ലാം കണ്ട് 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 അവരെ കൊണ്ട് കുറ്റം പറയാൻ വീണ്ടും വരും. അവര് പല പെണ്ണുങ്ങളെ പല ശരീരഭാഗങ്ങളും കാണുന്നത് കൂടാതെ അവരെ കൊണ്ട് കുറ്റം പറയാനും വീഡിയോസ് എടുത്ത് കുറ്റം പറയാനും അത് കാട്ടിക്കൊടുക്കാനും അതും വരും. ഇതൊന്നും കുറ്റമല്ല, നിങ്ങൾക്ക് കുറ്റമല്ല. ഒന്നും നിങ്ങൾക്ക് കുറ്റമല്ല മക്കളെ, കേൾക്കുങ്ങള്. കുടിച്ചാലും കുഴപ്പമൊന്നും വരാനില്ല, ആണും പെണ്ണും ഒരുപോലെയാണ് അള്ളാഹുവിനെ. അടുത്ത കമന്റ്, ഉസ്താദ് പറയുന്നത് കേട്ട് ഇരുന്നതായിരിക്കും. രണ്ടാമത്തെ കമന്റ്, ഭാര്യയോട് ഭർത്താവിന് കടമയില്ലേ? യെസ്. ഇതാണ് കറക്റ്റ് കമന്റ്. ഒരു
മലബാർ KK21 എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. വേറെ ഒന്നല്ല, സിറാജ് പറയുന്നത് പച്ച കള്ളമാണ്. കെട്ടുകഥ പറയുന്നത് ലിവിനെ തോൽപ്പിക്കാൻ മറ്റൊരു തലയെക്കെട്ടുകാർക്കും സാധിക്കില്ല. സിറാജ് പറയുന്നത് പച്ചക്കള്ളമാണ്. കെട്ടുകഥ പറയുന്നത് ലിവിനെ തോൽപ്പിക്കാൻ മറ്റു തലയെക്കെട്ടുകാർക്കും. പൊന്നാരിന്റെ മക്കളെ, ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഉപ്പ ഇങ്ങനെ പറഞ്ഞു, സഹോദരി ഇങ്ങനെ പറഞ്ഞു, സഹോദരൻ അങ്ങനെ പറഞ്ഞു. കഥകളേലു ആകെ മൊത്തം കഥകളേലു. എന്റെ പഠിച്ച റബ്ബേ. അല്ലേ, ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചൂടെ? ഒരു ഗ്ലാസ് ചായ എടുത്ത് കാച്ചി കുടിച്ചൂടെ? ഞങ്ങളെ ഭർത്താക്കൻ പറഞ്ഞ് എന്തെല്ലാം പണിയെടുക്കുന്നത്? മുത്തു നബീന്റെ പാത അനുസരിച്ചിട്ട് എന്തെല്ലാം പണിയെടുത്തിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഉസ്താദ് പറയും. പെണ്ണുങ്ങളെ കൊണ്ട് ആരെന്ത് കുറ്റം പറഞ്ഞോ അത് വാട്സപ്പിൽ ഇട്ടും കൊടുക്കും, അതിനെപ്പറ്റി കുറ്റവും പറയും. ഈ കമന്റ് ഒന്നും ഇപ്പൊ ഞാൻ എഴുതി കൊടുത്തല്ല. എന്റെ കമന്റ് എന്റെ ഈ ഫോണിൽ നിന്ന് പോണു. സാബിറ വ്ളോഗ് നിങ്ങൾക്ക് കാണാം, ആർക്ക് കമന്റ് ഇട്ടാലും. ഇപ്പൊ ഈ സിറാജുദ്ദീൻ ഉസ്താദ് പറഞ്ഞ വീഡിയോസിന്റെ കമന്റാ ഇപ്പൊ ഇവള് വായിച്ചത്. ശ്രീജ എന്നോളെ പേര് ഇവള് വായിച്ചത് അല്ലേ? ഞാളാരും എഴുതി കൊടുത്തല്ലോ. അത് അത് അവര് ആ വീഡിയോസ് ഡിലീറ്റ് ആക്കോ മറന്നുപോയതാ. അല്ലാണ്ട് ഉസ്താദിനെ പറ്റിയിട്ട് ഒരുപാട് എഴുതിയിട്ട് അതെല്ലാം ഡിലീറ്റ്. അങ്ങനെ തന്നെ മറ്റേ റസാവിള ഉസ്താദിന് വേണ്ടി പറഞ്ഞ വീഡിയോസ് ഇതെല്ലാം ഉസ്താദ് ഡിലീറ്റ് ആക്കി കളി. ഞാളെ കൊണ്ട് പറഞ്ഞത് മാത്രം അവിടെ വെച്ച് ഒത്തിരിക്കും. അവൻ തെറ്റല്ലേ, ആരാടോ തെറ്റ് ചെയ്യാത്തത് അല്ലേ? ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും ഞാളാരും പറഞ്ഞിട്ടല്ലോ. ഇതാരൊക്കെയോ കമന്റ് ഇട്ട് കൊടുത്തതാ. ഇപ്പൊ ഒരു 3-4 കമന്റ് വായിച്ചിക്കോളും. പക്ഷെങ്കില് അത് പെട്ടെന്നാരോ ഇട്ടതാ, ഡിലീറ്റ് ആക്കാൻ മറന്നു നോക്കിണ്ടാവും. മോനെ കണ്ടില്ലേ, ഒന്ന് അപ്പുറത്ത് ഒന്ന് ഇപ്പുറത്ത്, അതൊന്നും കുപ്പായും ആവശ്യം ഒന്നും ഇടൂല. ഇതോ കടിയിട്ടേ കിട്ടൂടാ എൻ്റെ അടുത്തൊന്നും. പിന്നെ അപ്പൊ ഇതെല്ലാം ആരൊക്കെയോ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ പറയുമ്പോ, എന്തിനാ ഉസ്താദ് എന്റെ സ്നേഹം എന്ന് പറഞ്ഞ ഉസ്താദ്, എന്തിനാ മറ്റു സൈന്യക്കാരങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? സൈന്യക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങ് അമേരിക്കയിലും ചൈനയിലുള്ള ആൾക്കാരൊന്നല്ലേ? താന്റെ കൂടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയോ ഇതാക്കുകയും പിടിക്കുകയും സ്നേഹിക്കുകയും പണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ? വേണം അത്. നമുക്ക് ഉസ്താദുമാർ വേണോ? നല്ലതാ. പക്ഷേങ്കിൽ എല്ലാ നന്മകളും പഠിപ്പിച്ച് എൻ്റെ ഉസ്താദുമാരൻ ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് അധികം പറയുന്നതില്ല ഉസ്താദെ. അല്ല തന്നെ ചോദിക്കൂ, എടോ ആണുങ്ങളെ കൊണ്ട് പറയണ്ടേ? മേലെ അങ്ങനെ തട്ടയിലാണോ നടക്കണ്ടല്ലോടോ? ഞാൻ ഡിലീറ്റ് ആക്കൊന്നുമില്ല. ഇത് ആയി പറഞ്ഞിട്ട് രണ്ടും കീഞ്ഞു പോയി. എന്നൊരു സ്വസ്ഥ ഉണ്ടാവും മക്കളെ പെണ്ണ് പോകും. നിങ്ങൾ കാണുന്നില്ല വീഡിയോസിലും. എന്താണല്ലേ ഒരു കുടുംബത്തെ ഈ പ്രശ്നങ്ങൾ, അത് ഈ ഒരു നിസ്സാര പ്രശ്നം എനിക്ക് സംശയം തന്നെയാണ്. ഇപ്പൊ സുബഹി നിസ്കരിക്കാൻ പോയി, ആ നിസ്കാരം കഴിഞ്ഞ് എന്താ പറയാ സൂര്യറക്കാത്ത് അങ്ങനെ പറയുന്നു, അങ്ങനെ നിസ്കാരം ഉണ്ടെന്ന് പറയുന്നു. 10 മണിക്ക് ഒരു നിസ്കാരം ഉണ്ടെന്ന് അതിനോട് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടോ. പക്ഷെ ഞാൻ നിസ്കരിക്കാറില്ല, എനിക്ക് സാധിക്കാറില്ല എന്നല്ല ഞാൻ അപ്പറഞ്ഞ ആള് എൻ്റെ ഉമ്മോ ഇനിയൊരു നിസ്കാരം ബാക്കിയില്ല. ഇതെല്ലാം ഇത് പറഞ്ഞതിലോട്ട് ഏതോ ഒരു കമന്റ് കണ്ടിക്കില്ലേ, പച്ച നോണാന്ന്. കറക്റ്റാ. കാരണം വെച്ചാൽ അത്രയും അല്ലാണ്ട് ജോലി കഴിഞ്ഞ് വരുന്നോനിക്ക് എന്ന് പറഞ്ഞാല് അത് എന്നാലും ഒരു ഇതുണ്ടാവും. അപ്പോ അത്രയും ഇനിയൊരു നിൽക്കാരമായി അദ്ദേഹം നിൽക്കാൻ ബാക്കിയില്ല. അത്രയും നല്ല മനുഷ്യനാ. പെണ്ണുങ്ങൾ എവിടെ ഉണ്ട്? പെണ്ണുങ്ങളെ കൊണ്ട് അത്രയും നല്ലത് ആരെങ്കിലും പറഞ്ഞിക്കാ? എവിടെ ഉണ്ട്? ഉസ്താദുമാർ നിങ്ങളൊരു സ്നേഹങ്ങൾ ഇത് കേൾക്കണം. എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ ഇത് കേട്ടോ. ഈ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ പെണ്ണുങ്ങൾ അത്രയും വൈതെറ്റിപ്പോന്നതിന് കാലഘട്ടം വരുന്നുണ്ട്. ഇത് കേട്ട് ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇങ്ങേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ നന്മ പറഞ്ഞ് നല്ല സ്നേഹത്തോടു കൂടി അവരെ നിപ്പിക്കുക. സ്നേഹത്തോടു കൂടി നിപ്പിക്കുക. ഇതിപ്പോ നിയാസ് ഉസ്താദായി പറഞ്ഞിക്കോളൂ. ഒരു നിയാസ് ഉസ്താദും ബിയാച്ച നടക്കൂല. കാരണം വെച്ചാൽ അത്രയും ഉസ്താദുമാര് യൂട്യൂബിൽ വന്നിട്ട് പല രീതിയിലാണ് പെണ്ണുങ്ങളെ കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഒരു നിയാസ് ഉസ്താദ് പറഞ്ഞാൽ ഇപ്പൊ ആരെ ചെവിയിൽ എത്തുകയില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഇതിൻ്റെ അകത്ത് എത്തണ്ടേ ലിങ്ക്. എന്താ പറയേണ്ടത് ഉസ്താദെ? ഇത് ലോക്കായി പോവുകയും ചെയ്യും. എന്നാ ഓക്കെ ഏട്ടാ, അത് തന്നെയാ ഉള്ളു കാര്യങ്ങൾ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ആണുങ്ങളെ കൊണ്ട് നിങ്ങൾ പറയണം. ഞാൻ ആണുങ്ങളെ കൊണ്ട് പറയാൻ പറഞ്ഞത് ഒരാൾ ഉസ്താദിന്റെ വാട്സാപ്പിൽ ഇട്ടും കൊടുത്തില്ല, ഉസ്താദ് പറഞ്ഞില്ല. ഉസ്താദിനോട് ഓരോരുത്തർ പെണ്ണുങ്ങളെ കൊണ്ട് പറയുന്നത് അത് എല്ലായിടത്ത് പറയും. അപ്പോഴത്തേക്ക് ഭയങ്കര നിൽക്കരിക്കുന്ന ആളേനും പറഞ്ഞ് ഇനിയൊരു നിൽക്കാറ് ഉടലേക്ക് ബാക്കി. അതെന്നെ അറിഞ്ഞൂടെ കള്ളത്തരാന്ന്.
എന്തും ആട്ടാക്കൾ എന്തും ആട്ടെ നമ്മളോട് വെറുപ്പും ദേഷ്യമൊന്നും പിടിക്കണ്ട. അതുകൊണ്ട് തന്നെ പൊന്നാ ഉസ്താദ് അത് വേണമെന്നാ ആ എല്ലാ സൈന്യക്കാരും നിങ്ങളെ ഫോണിലിട്ട് തരുമ്പോൾ ആ പെണ്ണുങ്ങൾ എന്തെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഫുള്ളായി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടാ. കേട്ടിട്ട് പറയണം നിങ്ങൾ. ഓക്കെ മക്കളെ, ബൈ.